നമ്മൾ ഇന്നലെ പഠിച്ചത് പോളിമേഴ്സിനകത്ത് ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ് ആണ്. നമുക്കിന്ന് നോക്കാനുള്ളത് ബയോപോളിമേഴ്സ് ആണ്. എന്താ ഈ ബയോപോളിമേഴ്സ്? ബയോപോളിമേഴ്സ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തറ്റിക് പോളിമർ അല്ല, നാച്ചുറലി ഒക്കറിങ് പോളിമേഴ്സ് ആണ് ബയോപോളിമേഴ്സ്. നാച്ചുറലി ഒക്കറിങ് പോളിമേഴ്സ് ആണ് ബയോപോളിമേഴ്സ്. സിന്തറ്റിക് അല്ല, അത് മാൻമെയ്ഡ് അല്ല, നാച്ചുറലി ഒക്കറിങ് ആണ്. ലിവിങ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറലി ഒക്കറിങ് പോളിമേഴ്സിനെയാണ് ബയോപോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ലിവിങ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറലി ഒക്കറിങ് പോളിമേഴ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ബയോപോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ലിവിങ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നാച്ചുറലി ഒക്കറിങ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും അത് ബയോഡീഗ്രേഡബിൾ ആണ്. തന്നെ ഡീഗ്രേഡ് ചെയ്ത് പോകുന്നതാണ് കാലം കഴിയുമ്പോൾ, ബയോഡീഗ്രേഡബിൾ ആണ്. അത് മാത്രമല്ല ഇത് റിന്യൂവബിൾ ആണ്. ബയോപോളിമേഴ്സ് എന്ന് പറയുന്നത് റിന്യൂവബിൾ ആണ്. സോ ബയോപോളിമേഴ്സ് ലിവിങ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, നാച്ചുറലി ഒക്കറിങ് പോളിമേഴ്സ് ആണ്. ഇത് ബയോഡീഗ്രേഡബിൾ ആണ്, അതുപോലെ തന്നെ എന്താണ്, റിന്യൂവബിൾ ആണ്. ബയോഡീഗ്രേഡബിൾ ആയതുകൊണ്ട് തന്നെ ഇത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. എൻവയോൺമെൻറ്റിന് ടോക്സിക് ആയതൊന്നും അത് വരത്തില്ല. ഇത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ഉണ്ടാക്കില്ല. സോ ബയോപോളിമേഴ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ലിവിങ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറലി ഒക്കറിങ് പോളിമേഴ്സ് ആണ് ബയോപോളിമേഴ്സ്. ബയോഡീഗ്രേഡബിൾ ആണ്, അതുപോലെ റിന്യൂവബിൾ ആണ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയുമാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ പോളിസാക്കറൈഡ്സ്, ലാക്റ്റിക് ആസിഡ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. പോളിസാക്കറൈഡ്സും ലാക്റ്റിക് ആസിഡും ഒക്കെ എക്സാമ്പിൾസ് ആണ്. ബയോപോളിമേഴ്സിൽ നമ്മൾ ആദ്യം നോക്കുന്നത് പ്രോട്ടീൻസ് ആണ്. ബയോപോളിമേഴ്സിൽ നമ്മൾ ആദ്യം നോക്കുന്ന ഏതാണ്? പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എന്ന് പറയുന്ന ബയോപോളിമേഴ്സിൻ്റെ മോണോമേഴ്സ് എന്താണ്? അത് അമിനോ ആസിഡ്സ് ആയിരിക്കും. അപ്പോൾ പ്രോട്ടീൻസ് ആർ മെയ്ഡപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പോളിമേഴ്സ് ആണ്. അതുണ്ടാക്കിയേക്കുന്ന എന്ത് മോണോമർ വെച്ചാണ്? അമിനോ ആസിഡ്സ് വെച്ചാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രോട്ടീൻസ്, ബയോപോളിമേഴ്സിലെ പ്രോട്ടീൻസ് തന്നെ പല തരമുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ കൊളാജൻ. കൊളാജൻ എന്ന് പറയുന്നത് ആനിമൽസിൽ കാണപ്പെടുന്ന ഒരു നാച്ചുറൽ പ്രോട്ടീനാണ്. എന്താണ് കൊളാജൻ? കൊളാജൻ ആനിമൽസിൽ കാണപ്പെടുന്ന നാച്ചുറൽ പ്രോട്ടീനാണ്. ആനിമൽസിൽ എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? കണക്റ്റീവ് ടിഷ്യൂസിലും സ്കിന്നിലും ബോണിലുമൊക്കെയാണ് കൊളാജൻ കാണപ്പെടുന്നത്. കണക്റ്റീവ് ടിഷ്യൂസിലും സ്കിന്നിലും ബോണിലുമൊക്കെ കാണപ്പെടുന്ന നാച്ചുറൽ പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. ഈ കൊളാജൻ്റെ യൂസസ് എന്തൊക്കെയാണ്? നമ്മൾ ബയോമെഡിക്കൽ ഫീൽഡിലൊക്കെ കൊളാജൻ യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടിഷ്യൂ എൻജിനീയറിങ്ങിൽ, വൂണ്ട് ഡ്രസ്സിങ്ങിന്, കോസ്മെറ്റിക്സിന്, ഇതിലൊക്കെ നമ്മൾ കൊളാജൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ കൊളാജൻ എന്ന് പറയുന്നത് എന്താണ്? ആനിമൽസിൽ കാണപ്പെടുന്ന നാച്ചുറൽ പോളിമറാണ്, നാച്ചുറൽ പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂസിലും സ്കിന്നിലും ബോൺസിലുമൊക്കെയാണ് കൊളാജൻ കാണപ്പെടുന്നത്. കണക്റ്റീവ് ടിഷ്യൂസിലും സ്കിന്നിലും ബോൺസിലുമൊക്കെ ഈ കൊളാജൻ ബയോമെഡിക്കൽ ഫീൽഡിൽ യൂസ് ഉണ്ട്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ടിഷ്യൂ എൻജിനീയറിങ്ങിലും വൂണ്ട് ഡ്രസ്സിങ്ങിലും കോസ്മെറ്റിക്സിലുമൊക്കെ യൂസ് ഉള്ള ഒരു ബയോപോളിമറാണ് കൊളാജൻ എന്ന് പറയുന്നത്. അതുപോലെ ഫൈബ്രിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 3D ബയോ പ്രിൻറ്റിങ്ങിലാണ്. ഫൈബ്രിനും ഒരു ബയോപോളിമറാണ്. ഫൈബ്രിൻ യൂസ് ചെയ്യുന്ന എവിടെയാണ്? 3D ബയോ പ്രിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്, ബയോപോളിമറാണ് ഫൈബ്രിൻ എന്ന് പറയുന്നത്. സോ നമ്മൾ 2 എണ്ണം പഠിച്ചു. കൊളാജൻ പഠിച്ചു, ഫൈബ്രിൻ പഠിച്ചു. മൂന്നാമതൊരെണ്ണമാണ് കെരാറ്റിൻ. കെരാറ്റിൻ എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? ഹെയറിലും നെയിലിലും ഫെതേഴ്സിലും കാണപ്പെടുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ. നമ്മളുടെ നഖം, മുടി, അതുപോലെ തൂവൽ, പക്ഷിയുടെയൊക്കെ തൂവൽ, അതിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. സോ ഹെയർ, നെയിൽ, ഫെതേഴ്സ്, ഇവിടെയൊക്കെ കാണപ്പെടുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ. ഈ കെരാറ്റിൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹെയർ കെയർ പ്രോഡക്റ്റ്. ഹെയറിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ അല്ലേ? സോ ഹെയർ കെയർ പ്രോഡക്റ്റ്, കോസ്മെറ്റിക്സ്, ബയോഡീഗ്രേഡബിൾ ഫിലിംസ്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കെരാറ്റിൻ. യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഹെയർ കെയർ പ്രോഡക്റ്റ്, അതുപോലെ കോസ്മെറ്റിക്സ്, ബയോഡീഗ്രേഡബിൾ ഫിലിം, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 പ്രോട്ടീൻ പഠിച്ചു. കൊളാജൻ പഠിച്ചു, ഫൈബ്രിൻ പഠിച്ചു, കെരാറ്റിൻ പഠിച്ചു. അടുത്തത് ജെലാറ്റിൻ. ജെലാറ്റിൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ജെലാറ്റിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഫുഡ് പ്രോഡക്ട്സിലൊക്കെ യൂസ് ചെയ്യും. ക്യാപ്സ്യൂളില്ലേ, ക്യാപ്സ്യൂളിലൊക്കെ യൂസ് ചെയ്യും. അപ്പം ഫുഡ് പ്രോഡക്ട്സിൽ യൂസ് ചെയ്യും. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നോക്കിയാൽ ക്യാപ്സ്യൂളിൽ യൂസ് ചെയ്യും. അതുപോലെ ജെല്ലിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. എന്ത്? ജെലാറ്റിൻ. ജെലാറ്റിൻ ഫുഡ് പ്രോഡക്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ക്യാപ്സ്യൂൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ജെല്ലിങ് ഏജൻ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്.
സോ നമ്മൾ പറഞ്ഞത് പ്രോട്ടീനാണ്. പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. പ്രോട്ടീൻസ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, കൊളാജൻ പറഞ്ഞു, കെരാറ്റിൻ പറഞ്ഞു, ഫൈബ്രിൻ പറഞ്ഞു, ജെലാറ്റിനും പറഞ്ഞു. പ്രോട്ടീൻസ് കഴിഞ്ഞ് നമുക്ക് നോക്കാനുള്ളത് പോളിസാക്കറൈഡ്സ് ആണ്. അപ്പോൾ പ്രോട്ടീൻസ് കഴിഞ്ഞ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഏതാണ്? പോളിസാക്കറൈഡ്സ്. ഈ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് മോണോസാക്കറൈഡ് അല്ലെങ്കിൽ ഡൈസാക്കറൈഡ് യൂണിറ്റ്സ് ഗ്ലൈക്കോസിഡിക് ബാൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്തുണ്ടാവുന്നതാണ്. പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് മോണോസാക്കറൈഡ്സോ ഡൈസാക്കറൈഡ്സ് യൂണിറ്റ്സോ ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ച് ജോയിൻ ചെയ്തുണ്ടാവുന്നതാണ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. പോളിസാക്കറൈഡ്സിൽ ആദ്യം നമുക്ക് സെല്ലുലോസ് നോക്കാം. എന്താ ഈ സെല്ലുലോസ്? നമുക്കറിയാം പ്ലാന്റിൻ്റെ സെൽ വോൾസ് ഉണ്ടാക്കിയേക്കുന്നത് സെല്ലുലോസ് വെച്ചാണ്. സസ്യങ്ങളിലെ കോശഭിത്തി ഉണ്ടാക്കിയേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെല്ലുലോസ് വെച്ചിട്ടാണ്. പ്ലാന്റ് സെൽ വോൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ടാണ്. സോ ഈ സെല്ലുലോസ് എന്ന് പറയുന്നത് ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ബയോപോളിമറാണ്. മോസ്റ്റ് അബണ്ടൻ്റ് ബയോപോളിമറാണ് സെല്ലുലോസ്. പ്ലാന്റ്സിൽ സെൽ വോൾസ് ഉണ്ടാക്കിയേക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ടാണ്. ഈ സെല്ലുലോസ് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ പേപ്പർ പ്രൊഡക്ഷനിലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യുന്നുണ്ട്. പേപ്പർ പ്രൊഡക്ഷനിലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലും. അതുപോലെ ബയോഡീഗ്രേഡബിൾ പാക്കേജിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെല്ലുലോസ്. ബയോഡീഗ്രേഡബിൾ പാക്കേജിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാന്റ്സിലാണ്. പ്ലാന്റ്സിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചായിട്ടാണ്. പ്ലാന്റ്സിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചായിട്ടാണ്. ഈ സ്റ്റാർച്ച് എന്തൊക്കെ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്? സ്റ്റാർച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് അമൈലോപെക്റ്റിൻ ആൻഡ് അമൈലോസ് പോളിമേഴ്സ്. അമൈലോപെക്റ്റിൻ ആൻഡ് അമൈലോസ് പോളിമേഴ്സ് ചേർന്നുണ്ടായേക്കുന്നതാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ട് ജോയിൻ ചെയ്തേക്കുന്നതാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് യൂസ് ചെയ്യുന്ന എവിടെയാണ്? ബയോപ്ലാസ്റ്റിക്സിൽ. PLA പോലെയുള്ള, PLA എന്താ? പോളിലാക്റ്റിക് ആസിഡ്. അപ്പോൾ PLA പോലെയുള്ള ബയോപ്ലാസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റാർച്ച് യൂസ് ചെയ്യുന്നത് PLA പോലെയുള്ള ബയോപ്ലാസ്റ്റിക്സിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസിൽ തിക്കനിങ് ഏജൻ്റ് ആയിട്ട് സ്റ്റാർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർച്ച് യൂസ് ചെയ്യുന്നത് ബയോപ്ലാസ്റ്റിക്സിൽ, PLA പോലെയുള്ള ബയോപ്ലാസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പോളിലാക്റ്റിക് ആസിഡാണ് PLA. ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസിൽ തിക്കനിങ് ഏജൻ്റ് ആയിട്ടും സ്റ്റാർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഷിറ്റിനാണ്. ഷിറ്റിൻ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? ഷിറ്റിൻ കാണപ്പെടുന്നത് ഇൻസെക്റ്റ്, ക്രസ്റ്റേഷ്യൻസ് ഇതിൻ്റെയൊക്കെ എക്സോസ്കെൽറ്റണിലാണ് ഷിറ്റിൻ കാണപ്പെടുന്നത്. അതുപോലെ ഫംഗസിലും കാണപ്പെടുന്നുണ്ട്. സോ ഷിറ്റിൻ കാണപ്പെടുന്നത് ഇൻസെക്ട്സ്, ക്രസ്റ്റേഷ്യൻസ് ഇതിൻ്റെയൊക്കെ എക്സോസ്കെൽറ്റൺ എന്താ? ബോഡിക്ക് പുറമേ ഉള്ള സ്കെൽറ്റൺ. നമ്മൾ ഈ പ്രാണികളുടെയൊക്കെ പുറത്തൊരു കട്ടിയുള്ള പുറന്തോടില്ലേ, അത്. അപ്പം ഇൻസെക്റ്റ്, ക്രസ്റ്റേഷ്യൻസ് ഇതിൻ്റെയൊക്കെ എക്സോസ്കെൽറ്റണിലാണ് ഷിറ്റിൻ കാണപ്പെടുന്നത്. അതുപോലെ ഫംഗസിലും കാണപ്പെടുന്നുണ്ട്. ഷിറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ബയോമെഡിക്കൽ ആപ്ലിക്കേഷനിലാണ് ഷിറ്റിൻ യൂസ് ചെയ്യുന്നത്. അതായത് വൂണ്ട് ഡ്രസ്സിങ്ങിലൊക്കെ ഷിറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ആൻഡ് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സിലും ഷിറ്റിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഷിറ്റിൻ എന്ന് പറയുന്നത് ഇൻസെക്റ്റ്, ക്രസ്റ്റേഷ്യൻസ് അതുപോലെയുള്ളതിൻ്റെ എക്സോസ്കെൽറ്റണിൽ കാണപ്പെടുന്നതാണ് ഷിറ്റിൻ എന്ന് പറയുന്നത്. ഫംഗസിലും കാണപ്പെടുന്നുണ്ട്. ഇതിന് ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ്, വൂണ്ട് ഡ്രസ്സിങ് പോലെയുള്ള ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ആൻഡ് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സിലും ഷിറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. നാലാമതായിട്ട് നോക്കാനുള്ളത് അഗാർ ആൻഡ് ആൽഗനേറ്റ് ആണ്. അഗാർ ആൻഡ് ആൽഗനേറ്റ് എന്ന് പറയുന്നത് സീവീഡ്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരുതരം പോളിസാക്കറൈഡ് ആണ്. സീവീഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന പോളിസാക്കറൈഡ് ആണ് അഗാർ ആൻഡ് ആൽഗനേറ്റ്. അഗാർ ആൻഡ് ആൽഗനേറ്റ് യൂസ് ചെയ്യുന്നത് ഫുഡിലാണ്. ജെല്ലിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ജെല്ലിംഗ് ഏജൻ്റ് ആയിട്ട് ഫുഡിൽ യൂസ് ചെയ്യുന്ന ഒരു പോളിസാക്കറൈഡ് ആണ് അഗാർ ആൻഡ് ആൽഗനേറ്റ്. ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് സീവീഡിൽ നിന്നാണ്. അതുപോലെ ഇത് ബയോടെക്നോളജിയിലും യൂസ് ചെയ്യും. എന്തിനാണ്? ബാക്ടീരിയൽ കൾച്ചേഴ്സ് ഗ്രോൺ ചെയ്യാൻ വേണ്ടി ബയോടെക്നോളജിയിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ നാലാമത് പഠിക്കാനുള്ളത് അഗാർ ആൻഡ് ആൽഗനേറ്റ്. ഇറ്റ് ഈസ് എ പോളിസാക്കറൈഡ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്. സീവീഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പോളിസാക്കറൈഡ് ആണ് അഗാർ ആൻഡ് ആൽഗനേറ്റ്. ഫുഡിനകത്ത് ജെല്ലിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബയോടെക്നോളജിയിൽ ബാക്ടീരിയൽ കൾച്ചേഴ്സ് ഗ്രോൺ ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോളിസാക്കറൈഡ് കഴിഞ്ഞ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ് ആണ്. അപ്പം നമ്മൾ എന്തൊക്കെ നോക്കി? പ്രോട്ടീൻ നോക്കി, പോളിസാക്കറൈഡ് നോക്കി. അടുത്തത് പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ്. പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് PHA എന്നാണ്. PHA മീൻസ് പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ്. ഈ പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള, ബയോകോമ്പാറ്റബിൾ ആയിട്ടുള്ള നോൺ ടോക്സിക് പോളിമേഴ്സ് ആണ് പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ്. അപ്പോൾ എന്താ പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ്?
മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ബയോകോമ്പാറ്റബിൾ ആയിട്ടുള്ള നോൺ ടോക്സിക് പോളിമേഴ്സ് ആണ് പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ്. ഈ പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ് എന്ന് പറയുന്നത് സിന്തറ്റിക് പ്ലാസ്റ്റിക്കിന് പകരം യൂസ് ചെയ്യുന്നതാണ്. സിന്തറ്റിക് പ്ലാസ്റ്റിക്കിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ്. സോ വാട്ട് ഈസ് പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ്? മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ബയോകോമ്പാറ്റബിൾ ആയിട്ടുള്ള നോൺ ടോക്സിക് പോളിമേഴ്സ് ആണ് പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ്. പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് PHB എന്ന് പറഞ്ഞാൽ പോളിഹൈഡ്രോക്സി ബ്യൂട്ടൈറേറ്റ്. ഈ പോളിഹൈഡ്രോക്സി ബ്യൂട്ടൈറേറ്റ് ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു PHA ആണ്. ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു PHA ആണ് പോളിഹൈഡ്രോക്സി ബ്യൂട്ടൈറേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ യൂസസ്, PHAയുടെ യൂസസ്, പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സിൻ്റെ യൂസസ് നോക്കിയാൽ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ്, പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യാം. എന്ത്? പോളിഹൈഡ്രോക്സി ആൽക്കനോയിഡ്സ്. അതുപോലെ മെഡിക്കൽ ഇംപ്ലാന്റ്സിൽ അഗ്രികൾച്ചറൽ ഫിലിംസ്, പിന്നെ ഡിസ്പോസിബിൾ ഐറ്റംസ് ലൈക്ക് കട്ട്ലറി, ഇതൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. മെഡിക്കൽ ഇംപ്ലാന്റ്സിൽ യൂസ് ചെയ്യാം, അഗ്രികൾച്ചറൽ ഫിലിംസ്, ഡിസ്പോസിബിൾ ഐറ്റംസ് ലൈക്ക് കട്ട്ലറി. അപ്പം ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സിൽ യൂസ് ചെയ്യും, പിന്നെ അഗ്രികൾച്ചറൽ ഫിലിംസ്, മെഡിക്കൽ ഇംപ്ലാന്റ്സ്, ഡിസ്പോസിബിൾ ഐറ്റംസ്, കട്ട്ലറി പോലുള്ള ഡിസ്പോസിബിൾ ഐറ്റംസിലും യൂസ് ചെയ്യും. ഇനി നമുക്ക് PLA എന്താണെന്ന് പഠിക്കാം. PLA എന്ന് പറഞ്ഞാൽ പോളിലാക്റ്റിക് ആസിഡ് ആണ്. പോളിലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും എവിടെ നിന്നാണ് കിട്ടുന്നത്? പോളിലാക്റ്റിക് ആസിഡ് കിട്ടുന്നത് ഈ ഷുഗർ കെയിനും കോൺസ്റ്റാർച്ചും പോലെയൊക്കെയുള്ള പ്ലാൻ ഷുഗേഴ്സ്, പ്ലാൻ ഷുഗേഴ്സ് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടുന്നതാണ് പോളിലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. സോ എന്താ പോളിലാക്റ്റിക് ആസിഡ്? ഷുഗർ കെയിനും കോൺസ്റ്റാർച്ചും പോലെയുള്ള പ്ലാൻ ഷുഗേഴ്സിനെ ഫെർമെൻറ്റേഷൻ നടത്തി കിട്ടുന്നതാണ് പോളിലാക്റ്റിക് ആസിഡ്. പോളിലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യുന്ന എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബയോപ്ലാസ്റ്റിക്സ് ആയിട്ട് പോളിലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. പാക്കേജിങ്ങിനായിട്ട് ബയോപ്ലാസ്റ്റിക്സ് ആയിട്ട്, അതുപോലെ ഡിസ്പോസിബിൾ ടേബിൾ വെയേഴ്സിൻ്റെ മാനുഫാക്ചറിങ്, മെഡിക്കൽ ഇംപ്ലാന്റ്സിൻ്റെ മാനുഫാക്ചറിങ്, ഇവിടെയൊക്കെ പോളിലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. പോളിലാക്റ്റിക് ആസിഡിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് 3D പ്രിൻറ്റിംഗ് മെറ്റീരിയൽ. 3D പ്രിൻറ്റിംഗ് മെറ്റീരിയലായിട്ട് പോളിലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ബയോപ്ലാസ്റ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു പാക്കേജിങ്ങിനായിട്ട്, ഡിസ്പോസിബിൾ ടേബിൾ വെയർ, മെഡിക്കൽ ഇംപ്ലാന്റ്സ്, അതുപോലെ 3D പ്രിൻറ്റിംഗ് മെറ്റീരിയൽ. ഇനി ഈ പോളിലാക്റ്റിക് ആസിഡിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അത് കമ്പോസ്റ്റബിൾ ആണ്. കമ്പോസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ പെട്രോളിയം ബേസ്ഡ് പ്ലാസ്റ്റിക്സിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. പോളിലാക്റ്റിക് ആസിഡ് പെട്രോളിയം ബേസ്ഡ് പ്ലാസ്റ്റിക്സിനെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പോളിലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ബയോപോളിമേഴ്സ് നോക്കാനുള്ളത്. താങ്ക് യു.